ഏകീകൃത കുർബാന വിഷയം എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കി തറയിൽ പിതാവും കല്ലറങ്ങാട്ട് പിതാവും പിന്നെ ആൻഡ്രോസ് താഴ്ത്ത് പിതാവും ചേർന്ന് അതിവേഗത്തിൽ കർശന നടപടികൾ ഒത്തുചേർന്നെടുത്തില്ലെങ്കിൽ ഈ വയ്യാവേലി പുരപ്പുറത്തേക്ക് കയറാൻ വലിയ സമയമൊന്നും വേണ്ട. വിമതരുടെ നെഗറ്റീവ് എനർജി സഭയെ ഒന്നടങ്കം മരവിപ്പിച്ച് കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. വിമതന്മാർ ഡീസൻ്റല്ല, അവർ കൂതാശകളില്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. വിമതരായി തന്നെ അവർ ശേഷിക്കുന്ന ജീവിതവും ജീവിച്ചു തീർക്കും. അവരെ സഭാ നേതൃത്വം കേൾക്കുന്നതും അനുസരിക്കുന്നതും എന്തടിസ്ഥാനത്തിലാണ്? വിശ്വാസികൾ ചോദിച്ചതിന് പലതവണ ഉത്തരം നൽകാൻ സഭാ നേതൃത്വത്തിന് ബുദ്ധിമുട്ടാണ്. അവരെ കേൾക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരും കറപ്റ്റഡ് ആയിട്ടുള്ള മെത്രാന്മാരും തമ്മിലുള്ള ചില ഡീലിങ്ങുകളുണ്ട്. അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. മെത്രാന്മാരുടെയും വൈദികരുടെയും മുഖത്ത് നോക്കി തെറി വിളിക്കുന്നവരാണ് ഈ വിമതർ. അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പാംപ്ലാനി മെത്രാന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇപ്പോൾ മര്യാദ രാമന്മാരായി ഇരിക്കുന്നത്. ഉടനെ ഉണ്ടാകും പ്രതികരണം. എറണാകുളം അതിരൂപത കുദാശ വിരോധികളുടെയും അവരുമായി കൈകോർത്ത പുരോഹിതരുടെയും മാഫിയ സംഘത്തിന്റെ പിടിയിലാണെന്ന് പല വിശ്വാസ പ്രമുഖരും പറഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. ഇവരിൽ നിന്നാണ് ഈ നെഗറ്റീവ് എനർജി പുറപ്പെടുന്നത്. അതാണ് വിശ്വാസികളെ അസ്ഥിരതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം തുറന്നു പറയാതെ ഈ മാഫിയ സംഘത്തെ വെറുതെ പുകഴ്ത്തിക്കൊണ്ടിരുന്നിട്ട് എന്ത് മാറ്റമാണ് സഭയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ചോദ്യം. എങ്ങോട്ടാണ് സിറോ മലബാർ സഭയുടെ പോക്ക്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിവേഗത്തിലുള്ള പോക്ക് എങ്ങോട്ടാണ്? ഏകീകൃത കുർബാന ലഭിക്കാൻ വേണ്ടി നിലമറന്ന് നിയന്ത്രണം വിട്ടും ഒരു ലക്കും ലഗാനുമില്ലാതെ ബ്രേക്ക് നഷ്ടപ്പെട്ട വണ്ടി പോലെ പായുകയാണ് ഇപ്പോൾ യഥാർത്ഥ സഭാവിശ്വാസികൾ. നാഥനില്ല, കളരിയില്ല, കേൾക്കുന്നത് മൊത്തം ജനാഭിമുഖം. ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഇറങ്ങിയാൽ പിന്തുണയ്ക്കാൻ ആളില്ലാത്ത അവസ്ഥ. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന വൈദികർ പലപ്പോഴും ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയിലേക്ക്. കാരണം അവർക്ക് മറുപടിയില്ല. പലരും പിൻവലിഞ്ഞു, മറ്റു പലരും നിശബ്ദരായി, വിമതരെ പോലെ. ഇപ്പോഴിതാ മണിപ്പറമ്പിലച്ഛനെയും ചിലർ വെറുപ്പിച്ചിരിക്കുന്നു. ലക്ഷ്യം മറന്ന് മറ്റൊന്നിനു വേണ്ടി നിൽക്കുന്ന കുറേയധികം പേരെ വിശ്വാസികളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അവരൊക്കെ ചാരന്മാരാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതായി. എന്തായാലും അടുത്ത അച്ചംപട്ടത്തിൻ്റെ സമയം വരട്ടെ. ജനുവരിയിലായിരിക്കും. അപ്പോഴറിയാം വിമതരുടെ അടുത്ത നീക്കം. ആര് വന്നാലും മനോഭാവം മാറാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വ്യക്തമാണ്. സഭാബോധ്യം ഉണ്ടെന്ന് പൊതുവെ വിശ്വസിക്കുന്ന മെത്രാന്മാർക്ക് പോലും തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാനും അത് നടപ്പാക്കാനുള്ള കഴിവില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ മെത്രാൻ പിതാക്കന്മാർ, താഴത്തെ പിതാവും കല്ലറങ്ങാട് പിതാവും ഒക്കെ ചേർന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരു പ്രശ്നവുമില്ലാത്ത മറ്റു രൂപതകളിൽ ഇനി പ്രശ്നങ്ങളുണ്ടാക്കാൻ ഓരോന്ന് പറഞ്ഞ് ഇടങ്കോലിടാൻ ചിലർ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. എറണാകുളം രൂപതയിൽ തന്നെ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പലരും കോംപ്രമൈസ് അംഗീകരിച്ചത് ഞെട്ടിച്ചു കളഞ്ഞു വിശ്വാസികളെ. എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് കർശന നടപടിയെടുക്കാൻ കഴിയുമോ അന്ന് തീരും എല്ലാ പ്രശ്നങ്ങളും എന്നാണ് സിനഡിനോട് പറയാനുള്ളത്, വത്തിക്കാനോട് പറയാനുള്ളത്, മെത്രാന്മാരോട് പറയാനുള്ളത്. മെത്രാൻ സമിതിയെങ്കിലും ഉചിതമായ തീരുമാനമെടുക്കണം. കാരണം ഏകീകൃത കുർബാന കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തുവെന്ന് ജനുവരി ആദ്യ ആഴ്ച തന്നെ വത്തിക്കാനെ അറിയിച്ചിരിക്കണം. അങ്ങനെയാണ് കഴിഞ്ഞ 2025 ആദ്യ മാസം ഒരു വർഷത്തിനകം തീരുമാനം അറിയിക്കണം, നടപ്പാക്കി എന്ത് നടപടിയെടുത്തു എന്ന് അറിയിച്ചിരിക്കണം എന്ന നിബന്ധനയോടെയാണ് അങ്കമാലി കൊച്ചി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഒഴിവാക്കി പുതിയ രൂപത നേതൃത്വത്തെ കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോഴത്തെ സിനഡിന്, രൂപത നേതൃത്വത്തിന് ആ ഒരു തീരുമാനം എന്തായി നടപടി, എന്തെടുത്തു നടപടി, എന്ത് കൈക്കൊണ്ടു? 30% ഇടവകകളിലെങ്കിലും ഏകീകൃത കുർബാന കൃത്യമായി ചൊല്ലുന്നുണ്ടോ? അസമയങ്ങളിലോ ഇടവേളകളിലോ കടം കൊണ്ട കുർബാനകളിലോ ഒക്കെ ചൊല്ലുന്നുണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായി അറിയിച്ചിരിക്കണമെന്നാണ് നിബന്ധന. അല്ലെങ്കിൽ വിവരമറിയുമെന്ന് വത്തിക്കാൻ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ആ സമയത്താകാം ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന വിമതർ വീണ്ടും പാമ്പിൻ്റെ പത്തി പോലെ തലയുയർത്തി രംഗത്തേക്ക് എത്തുക.